കാര്യം ഇതിന്റെ അപകടത്തിന്റെ നമ്പർ കാണുമ്പോൾ നമുക്ക് അതൊക്കെയാ തോന്നുന്നത്. ഓക്കെ, സഗീർ, ടൂ വീലർ വേണ്ടെന്ന് വെച്ചുകൊണ്ട് നമുക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം ഒരിക്കലും. ജീവൻ ബാക്കിയാവൂലെന്ന് വിചാരിച്ചു. മൊബിലിറ്റി ഈസ് ഗ്രോത്ത്. അപ്പോൾ മൊബിലിറ്റി എപ്പോഴും പുരോഗതിന്റെ ഭാഗമാണ്. നമ്മൾ വണ്ടി കൂടുന്നതനുസരിച്ച് ആൾക്കാരുടെ സൗകര്യവും കൂടുന്നുണ്ട്, പെട്ടെന്ന് ചേരേണ്ട അടുത്ത് എത്തിച്ചേരാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഇവിടെ വേണ്ടത് പ്രോപ്പർ സ്കിൽ ട്രെയിനിങ് ആണ്. അതാണ് നമുക്ക് ഏറ്റവും. ഞാൻ ചോദിക്കുന്നത്, ഈ വണ്ടി ഓടിക്കുന്നവരെ മുഴുവൻ സ്കിൽഡ് ആക്കാൻ അത്ര എളുപ്പമാണോ? കേരളത്തിൽ എത്ര ബൈക്കുകളുണ്ട്? അത്ര എളുപ്പമല്ല, പക്ഷേ എളുപ്പമാണെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്നത്. അപ്പൊ ഡ്രൈവിംഗ് സ്കൂളുകളിൽ അത് അലൗഡ് ആക്കണം. അവിടെ അത്യാവശ്യം മെക്കാനിസം. വിജേഷ് കുമാർ, ഇത്ര 1000 ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കാനുള്ളൊരു ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നുണ്ടല്ലോ, എടുക്കാൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ, എടുക്കാൻ പഠിപ്പിക്കുന്നല്ലോ, ലേണേഴ്സ് പഠിപ്പിക്കുന്നുണ്ടല്ലോ. അതിന്റെ കൂട്ടത്തിൽ എന്തുകൊണ്ട് ഇത് പഠിപ്പിച്ചുകൂടാ? ഒരു കുട്ടിക്ക് ഒരു സൈക്കിൾ വാങ്ങിക്കൊടുക്കുമ്പോൾ അന്നേരം തന്നെ ഒരു ഹെൽമെറ്റും ഒരു നീ ഗാർഡും കൂടി വാങ്ങിക്കൊടുക്കണം. അതായത് ചെറുപ്പം മുതലേ ഇവരിൽ ഈ ശീലം കൊണ്ടുവരണം. എന്താണ് ഹെൽമെറ്റും അത് ബൈസിക്കിൾ, അതായത് ചെറുപ്പം മുതൽ ആ കുട്ടി എപ്പോഴാണോ ബൈസിക്കിൾ ഓടിക്കാൻ തുടങ്ങുന്നത് അന്ന് മുതൽ ആ കുട്ടിക്ക് ഒരു ഹെൽമെറ്റും ഒരു നീ ഗാർഡും നിർബന്ധമാണ്. കുട്ടിക്ക് ട്രെയിനിങ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക. സേഫ്റ്റി, വാട്ട് ഈസ് സേഫ്റ്റി എന്നുള്ള ട്രെയിനിങ് കറക്റ്റായി കൊടുത്തിരിക്കണം. അങ്ങനെ ആകുമ്പോൾ ആ കുട്ടി വളർന്നു വരുമ്പോൾ ഈ പറഞ്ഞ 18 വയസ്സ് തികഞ്ഞ് നെക്സ്റ്റ് ഡേ ബൈക്ക് എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ഹി വിൽ ബി നല്ല ട്രെയിൻഡ് ആയിരിക്കും. ആൾക്ക് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ള കറക്റ്റ് അറിയാം. എങ്ങനെയാണ് ഒരു വണ്ടി ഓടിക്കേണ്ടത്, എന്താണ് സ്പീഡിന്റെ പ്രശ്നം, ഇതൊക്കെ കറക്റ്റ് അറിയാൻ പറ്റും. അല്ലാതെ ഒരു ഏജ് കാരണം ഒരാൾ 18 to 25 ആൾക്കാരാണ് കൂടുതലും മരണപ്പെട്ടു പോകുന്നത്. അതിന്റെ കാരണം എന്താ വെച്ചാൽ 18 to 25 ആണ് കൂടുതൽ കിലോമീറ്റേഴ്സ് ഓടിക്കുന്നത്. ഒരു 25 വയസ്സൊക്കെ കഴിഞ്ഞവർക്ക് കാറും ഉണ്ടാവും, ബൈക്കും ഉണ്ടാവും. അപ്പോൾ അവരെന്ത് ചെയ്യും, ബൈക്ക് ഒരു ഓൾട്ടർനേറ്റീവ് മെത്തേഡായിട്ട് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞങ്ങൾ ഷോറൂമിൽ നിന്നൊക്കെ റൈഡ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു മാസം 2 റൈഡ് വെച്ചിട്ട് കണ്ടക്ട് ചെയ്യും. പക്ഷെ നമ്മളിത് ഇതുവരെ ആയിട്ട് 6 അപകടങ്ങളൊക്കെ ഉണ്ടാകാറില്ല. കഴിഞ്ഞ 4 വർഷമായിട്ട് ദൈവം സഹായിച്ചിട്ട് ഒരു അപകടം പോലും ഉണ്ടായിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ റൈഡ് തുടങ്ങുന്നതിന് മുന്നേ ഒരു റൈഡിംഗ് ബ്രീഫിംഗ് ഉണ്ടാവും. പിന്നെ നമ്മളെ പോസ്റ്ററിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, റൈഡിംഗ് ഷൂസ്, ഗ്ലൗസ് ആർ മാൻഡേറ്ററി എന്നുള്ള എന്തായാലും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. റൈഡിംഗ് ഗ്ലൗസ് മാൻഡേറ്ററി ആണ്, ഹെൽമെറ്റ് മാൻഡേറ്ററി ആണ്. ഈ ഹെൽമെറ്റ് ഇല്ലാത്തവരെ നമ്മൾ റൈഡിന് കൂട്ടൂല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.